ആദ്യം കണ്ടത് ക്യാന്റീനിൽ. ഇഷ്ടം പറഞ്ഞപ്പോൾ മതം മാറ്റില്ലെന്ന് ഉറപ്പു തന്നു. സഞ്ജുവിനെ കുറിച്ച് ചാരുലത. പ്രശസ്ത ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും ചാരുലതയും ഒന്നിച്ചുള്ള ചാനൽ പരിപാടികളും അഭിമുഖങ്ങളും ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. മതം വേറെ ആയിരുന്നുവെങ്കിലും അത് ഞങ്ങൾക്കിന്നും വിഷയമല്ലെന്ന് ഇരുവരും പറയുന്നു. ജോൺ ബ്രിട്ടാസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരും വിശേഷങ്ങൾ പങ്കുവച്ചത്. ആദ്യ കാഴ്ചയിൽ തന്നെ ചാരുവിനെ എനിക്കിഷ്ടമായിരുന്നു. സെലിബ്രിറ്റി ഇമേജ് ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ ആയിരുന്നില്ല സഞ്ജു തന്നോട് പെരുമാറിയതെന്ന് ചാരുലത പറയുന്നു. പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും പറഞ്ഞുള്ള ചാരുവിന്റെയും സഞ്ജുവിന്റെയും അഭിമുഖം ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. മാർ ഇവാനിയോസ് കോളേജ് ക്യാന്റീനിൽ വെച്ചാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞ് കളിക്കാൻ പോരുന്നു. തിരിച്ചു വന്ന് ഫേസ്ബുക്ക് നോക്കിയപ്പോഴാണ് ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് വന്നത് കണ്ടത്. ഫോട്ടോയിൽ ചാരുലതയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പേര് മനസ്സിലാക്കുന്നത്. പിന്നെ ചാരുലതയ്ക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചു. ചാരുവിന്റെ സുഹൃത്തുക്കളെ ഞാൻ ഫ്രണ്ട്സ് ആക്കിയിരുന്നു. അങ്ങനെ തുടങ്ങിയ പരിചയമാണ് പിന്നീട് പ്രണയമായി മാറിയത്. ചാരുലതയുമായുള്ള ബന്ധം തുടങ്ങിയപ്പോൾ ചേട്ടനോട് പറഞ്ഞിരുന്നു. നിറഞ്ഞ ചിരിയായിരുന്നു മറുപടിയെന്ന് സഞ്ജു പറഞ്ഞിരുന്നു. അന്ന് മിസ് ഇവാനിയസ് കോൺടെസ്റ്റിൽ ചാരു പങ്കെടുത്തിരുന്നു. അതിലെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അന്ന് ഒരു ചോദ്യോത്തര സെഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഏറെ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഭർത്താവിനെ വേറൊരു സ്ത്രീയോടൊത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നായിരുന്നു ചോദ്യം. അന്ന് എല്ലാവരും അഭിനന്ദിച്ചിരുന്നു ചാരുവിനെ. ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. അത്രയും നോക്കിയിട്ടായിരിക്കണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്. വേറൊരാൾ പറഞ്ഞാലും നമ്മളല്ലേ ഒന്നിച്ച് ജീവിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചിട്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത്. ഭർത്താവിനെ ഞാൻ വിശ്വസിക്കുമെന്നായിരുന്നു ചാരുലത പറഞ്ഞത്. അന്ന് സഞ്ജു വന്നിരുന്നുവെങ്കിൽ എനിക്ക് കിരീടം വെച്ച് തരാമായിരുന്നു. സഞ്ജു കളിക്കാൻ പോയതായിരുന്നു. പരിപാടിയുടെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ടിരുന്നുവെന്ന് സഞ്ജു പറഞ്ഞു. സ്പോർട്സിനെ കുറിച്ച് കാര്യമായ അറിവില്ലായിരുന്നു. ഒരു ബന്ധവുമില്ലാതിരുന്ന ഫീൽഡിൽ നിന്നാണ് പങ്കാളി. ക്രിക്കറ്റ് ഒന്നും അധികം കാണാറില്ലായിരുന്നു. കോളേജിൽ വന്നപ്പോഴാണ് സഞ്ജുവുമായി അടുക്കുന്നത്. ക്രിക്കറ്റ് പ്ലെയർ എന്ന നിലയിൽ കണ്ടിട്ടില്ലായിരുന്നു. നല്ലൊരാളാണെന്ന് മനസ്സിലാക്കിയാണ് ഇഷ്ടം പറഞ്ഞതെന്നും ചാരു വ്യക്തമാക്കി. വ്യത്യസ്ത മതവിഭാഗത്തിലുള്ളവരാണ് ഞങ്ങൾ. ആ വ്യത്യാസം ജീവിതത്തെ പക്ഷേ ബാധിച്ചിട്ടില്ല. നമുക്ക് ജാതിയും മതവും ഒന്നുമില്ല. എല്ലാവരും നമ്മുടെ കൂട്ടുകാരാണെന്നാണ് അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ പ്രശ്നമില്ലെന്നായിരുന്നു സഞ്ജു പറഞ്ഞത്. 1 വർഷം എടുത്താണ് ഞാൻ വിവാഹം നീട്ടിയത്. അച്ഛനും അമ്മയും വേദനിക്കുമോ എന്നോർത്തായിരുന്നു ആശങ്ക. സഞ്ജുവിന്റെ വീട്ടുകാർ സ്വീകരിക്കുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു. ആൾക്കാർ പലതും പറഞ്ഞു തരും. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സ്നേഹവും സൗഹൃദവുമാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ ചാരുവിനോട് പറഞ്ഞിരുന്നു. വിവാഹം കഴിച്ചാൽ മതം മാറേണ്ടി വരില്ലെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അതേക്കുറിച്ചൊക്കെ അന്നേ സംസാരിച്ചിരുന്നുവെന്നും പറഞ്ഞാണ് സഞ്ജു തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ലോകകപ്പിലെ തിളക്കമാർന്ന പ്രകടനത്തോടെ ഇരുവരുടെയും അഭിമുഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്.